അൺവീലിംഗ് സെറമണിയാണ് ഇന്നിവിടെ നടത്തുന്നത്. അതിലേക്ക് നമ്മുടെ എല്ലാ ഇവിടെത്തിരിക്കുന്ന എല്ലാ കസ്റ്റമേഴ്സിനെയും ഇൻഫ്ലുവൻസേഴ്സിനെയും എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു. ഫസ്റ്റ് നമുക്കിവിടെ എന്താണ് സ്ക്രം 440 എന്ന് അറിയുന്നതിനായിട്ട് അത് പറയുന്നതിനായിട്ട് നമ്മുടെ സെയിൽസ് മാനേജർ ഷൈ സാറിനെ ഞാൻ വെൽക്കം ചെയ്യുന്നു. എന്താണ് സ്ക്രം 440 അല്ലേ? വെർസറ്റാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എടുത്ത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. പല തരം സ്വഭാവം എന്നുള്ളതാണ്. അതായത് ഒരേ ഒരു വ്യക്തിത്വത്തിൽ കാണിക്കുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്. സോ അതാണ് ആക്ച്വലി സ്ക്രം 440. അപ്പം ഇതില് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. പുതിയതായിട്ട് വന്ന അപ്ഡേഷൻസ്, അതുപോലെ തന്നെ ഗിയർ ബോക്സിലുള്ള ചേഞ്ചസ്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അതിന്റെ ഡീറ്റെയിൽഡ് ഡിസ്കഷനായിട്ട് നമ്മുടെ ടീംസ് വരുന്നതാണ്. കുറച്ച് സമയം കൊണ്ട് നമുക്ക് കാര്യങ്ങളിലേക്ക് എത്താം. അതിനുശേഷം നമ്മുടെ ഇൻഫ്ലുവൻസേഴ്സ് ഇവിടെ എത്തിയിട്ടുണ്ട്. അവരുടേതായിട്ടുള്ള കുറെ ഡിസ്കഷൻസ് ഇവിടെ ഉണ്ടാവും. എല്ലാവരും കണ്ട് ആസ്വദിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു. നമുക്ക് നമ്മുടെ അൺവീലിംഗ് സെറമണിയിലേക്ക് പോവാം. അതിനായിട്ട് നമ്മുടെ GM അരുൺ സാർ, സെയിൽസ് മാനേജേഴ്സ് ആൻഡ് ASM കൗശിക് സാർ ആൻഡ് ASM ജി സാർ എല്ലാവരെയും ഞാൻ പേരിലേക്ക് വെൽക്കം ചെയ്യുന്നു. നമ്മള് എനിക്ക് പലർക്കും ഓറിലാണ് ഉണ്ടായിരുന്നു. വർഷങ്ങളായിട്ട് ഞാൻ 1 കിലോമീറ്റേഴ്സ് അത് കവർ ചെയ്ത ഓളിഞ്ചിയെ കഴിച്ചത്. അപ്പൊ ആ സമയത്ത് നമുക്ക് യൂസ് ചെയ്ത സമയത്ത് ഹൈവേസ് പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളുടെ കോമ്പറ്റീറ്റീവ് സെഗ്മെന്റിലുള്ള വണ്ടികളൊക്കെ നമ്മുടെ കൂടി ഉണ്ടാവും. അപ്പൊ നമുക്ക് ഒരു ഹൈവേ സെറ്റ് എടുക്കുമ്പോൾ നമുക്കൊരു 6th ഗിയർ എന്തെങ്കിലും നേരിട്ടോ 6th ഉണ്ടാകും. അപ്പൊ നമ്മളെപ്പോഴും മിസ് ചെയ്യുന്നത് ഇത്തിരി കൂടി പവർ ഉണ്ടായിരുന്നെങ്കിൽ ഒന്നുകൂടി ഈസി ആയിട്ട് യൂസ് ചെയ്യാം. കാരണം നമുക്ക് ആ വണ്ടി ഒരു 130, 140 ഒക്കെ ടോപ്പ് അടിക്കും. നമുക്കൊരു 110, 120 ഒക്കെ നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ കംഫർട്ടബിൾ ആയിട്ട് പറ്റുള്ളായിരുന്നു. അപ്പൊ ഇത്തിരി കൂടി പവർ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി രസമായിട്ട് പോകാൻ തോന്നിയിട്ടായിരുന്നു. അപ്പൊ ആ ഒരു 2 ഡിഫിക്കൽട്ടീസും കവർ ചെയ്ത് നമുക്കിപ്പോ ഹിമാലയനിലെങ്കിലും ഹിമാലയന്റെ ഇതിൽ തന്നെ പുതിയൊരു 5% അടുത്തുള്ള പവർ ഇൻക്രീസ് പിന്നെ ഒരു 6 ഗിയർ പിന്നെ സാധാരണ വണ്ടികളൊക്കെ സാധാരണ ഈ എന്താ പറയാ സ്ക്രാംബ്ലർ സെഗ്മെന്റിലുള്ള വണ്ടികളൊക്കെ ആണെങ്കിൽ ഒന്നില്ലെങ്കിൽ റോഡ്സ്റ്റർ അല്ലെങ്കിൽ സാധാരണ കാറ്റഗറിയിലുള്ള വണ്ടികൾക്ക് ഡെവലപ്പ് ചെയ്ത ടൈപ്പുള്ള മറ്റ് കോമ്പറ്റീറ്റേഴ്സ് സ്ക്രാംബ്ലർ എന്നുള്ള വണ്ടി ഇറക്കണം. നമുക്കിപ്പോ റോയൽ എൻഫീൽഡിന്റെ സൈഡിൽ നിന്ന് വന്നേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 അഡ്വഞ്ചർ വണ്ടിയായിട്ടുള്ള ഹിമാലയനിൽ ഡ്രൈവ് ചെയ്തിട്ടാണ് നമുക്കൊരു സ്ക്രാംബ്ലർ എത്തിയത്. അപ്പൊ ഈ അഡ്വഞ്ചർ വണ്ടിയുടെ എല്ലാ ക്യാരക്ടേഴ്സും നമുക്ക് ഈ വണ്ടിയിൽ കിട്ടും. അപ്പൊ ധൈര്യമായിട്ട് നമുക്ക് ഓഫ് റോഡിങ്ങിനായിട്ട് കൊണ്ടുപോകാൻ പറ്റും. വേറെ യൂസ് ഒന്നും ഉണ്ടാവില്ല. മറ്റേ സാധാ ബൈക്ക് എന്നുള്ളൊരു ഫീൽ ഉണ്ടാവില്ല. പവർ വരാമെന്ന് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഹൈറ്റ് ഭയങ്കര കുറവാണ്. സോ ഈ ഒരു 440 വന്നപ്പം കുറച്ചുകൂടെ എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് ഓടിക്കാൻ പറ്റുന്ന ഫീൽ ഉണ്ട്.
കാരണം നമുക്കിപ്പോൾ ഓഫ് റോഡൊക്കെ ആണെങ്കിലും കൂടുതൽ നമ്മൾ സെലക്ട് ചെയ്യാറ് ഹിമാലയൻ തന്നെയാണ് പറഞ്ഞത് സ്റ്റാമാണ്. അപ്പോൾ ഹൈറ്റ് കുറവുള്ളവർക്കൊക്കെ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് റൈഡ് ചെയ്യാൻ പറ്റും. നമുക്ക് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഓഫ് റോഡൊക്കെ പോകുമ്പോഴാണെങ്കിൽ ABS-ന്റെ ഒരു ഇഷ്യൂ വരെയായിരുന്നു. ABS ഒക്കെ ഓഫാക്കാനും ഓഫാക്കിയിട്ട് ഓഫ് റോഡിലൊക്കെ പോകാനും കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും ചെയ്തിട്ടുള്ളത്. ഞാൻ കഴിഞ്ഞ മാസം ഒരു ഷോപ്പിലുണ്ട് സ്റ്റാർട്ടിംഗ് ടു റൈഡ് ആക്ച്വലി ദീസ് ഗൈസ് എല്ലാം ഇവരോടൊക്കെ പറയുകയായിരുന്നു എക്സ്പീരിയൻസ് നല്ലതായിരുന്നു. 2 ദിവസം കൊണ്ട് വണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അന്യം ഭയങ്കരമാണ്. അതിനിപ്പോൾ വണ്ടി പറയുന്നത് വാട്സിലാണ്. അതായത് എല്ലാ കാര്യങ്ങളും സ്പീഡിൽ ചെയ്യുന്നു. വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അത് നമുക്ക് ഒരുപാട് അവൈലബിളായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ലോഞ്ചാണ്. എന്താ പറയാ, ഹിമാലയൻ ഫോറിലെ സൃഷ്ടിച്ചൊരു ഡിമാൻഡ് നിങ്ങൾക്ക് അറിയാം. പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്തെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പോലും പല കസ്റ്റമേഴ്സും അല്ലെങ്കിൽ പല നമ്മുടെ സർക്കിളിലുള്ള സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാർ പല ആൾക്കാരും ചോദിച്ചിട്ടുള്ളതാണ് ഈ എപ്പോഴാണ് തിരിച്ചു വരിക, എന്താണ് ഏതാണ്. സ്ക്രാമും എന്താ പറയുക ഫേസ് ഔട്ട് ചെയ്യുന്നുള്ളൊരു ഇത് വന്നപ്പോഴത്തേക്കും ആ ഒരു സെയിം ഉണ്ടായിരുന്നു, ഇപ്പം ഡിമാൻഡ് ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ചുകൂടി ഒരു ബെറ്റർ ഓഫറിംഗ് ആയിട്ട് ടെക്നിക്കൽ ആസ്പെക്ട് നോക്കുകയാണെങ്കിൽ എപ്പോഴും ഒരു 6 ഗിയറിന്റെ ലാക്കിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ലാക്കിംഗ് ഉണ്ടാക്കിയിട്ട് കുറച്ചുകൂടി നമുക്ക് എൻജിൻ പവറും നമുക്ക് റൈഡബിലിറ്റിയും കംഫർട്ടബിൾ അതേപോലെ സ്വിച്ചബിൾ ABS അതും ഈ ഒരു സെഗ്മെന്റിലൂടെ നമുക്ക് കൊണ്ടുവരാൻ പറ്റിയത് ആക്ച്വലി ഭയങ്കര ഒരു ഇതാണ്. അപ്പം എന്താ പറയുക, നമ്മളെല്ലാവരും ഹോപ്പ് ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്കും എന്താ നമ്മുടെ കസ്റ്റമർ ബേസ് ആയാലും ആയാലും നമ്മുടെ പാറ്റേൺസ് ആയാലും എല്ലാവരും ഇതിനെ നല്ല രീതിക്ക് സ്വീകരിക്കും എന്ന് തന്നെയാണ് നമ്മളതാണ്. സോ ദാറ്റ്സ് ഓൾ. അതിലെ ട്രയൽ വേരിയന്റിന് ഷോറൂം പ്രൈസ് ഒന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമോ ആർക്കെങ്കിലും? അവരൊരു ഗസ്സിംഗ് പറയാൻ പറ്റുമോ? എത്ര ആയിരിക്കും ഏകദേശം എക്സ്പെക്ടേഷൻ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? അല്ല, ഓക്കെ, 2 ലക്ഷത്തിന് താഴെയുള്ള ഷോറൂം പ്രൈസ്. സോ ഒരു ക്ലാസ് കൊടുക്കുക 1,99,900 രൂപയാണ് ട്രയൽ വേരിയന്റിന് ഷോറൂം പ്രൈസ് വന്നിട്ടുള്ളത്. ഫോഴ്സ് വേരിയന്റിന് 2,15,000 രൂപയാണ് ഷോറൂം പ്രൈസ് വന്നിട്ടുള്ളത്. സോ എല്ലാവർക്കും ഇനി നമുക്ക് ഈ പറഞ്ഞ പോലെ പ്യുവർ റൈഡിലേക്ക് പോകാനുള്ള അവസരമാണ് റോയൽ എൻഫീൽഡ് തന്നിട്ടുള്ളത്. സോ ഈ ഒരു അഗെയിൻ റോയൽ എൻഫീൽഡ് DN ഒരു ചരിത്രം തന്നെ സൃഷ്ടിക്കാൻ പോവുകയാണ് സ്ക്രാപ്പ്. താങ്ക് യു.